ഭാരതത്തിന്റെ ആദ്യത്തെ വിശുദ്ധയും അൽഫോൻസ കുടുംബത്തിലെ നമ്മൾ ഓരോരുത്തരുടെയും സ്വർഗീയ മധ്യസ്ഥയുമായ വിശുദ്ധ അൽഫോൻസാമയുടെ പെരുന്നാൾ എത്തിക്കഴിഞ്ഞു. 1910 കോട്ടയത്തിനടുത്തുള്ള കുടമാളൂർ ഗ്രാമത്തിൽ ഔസേപ്പിന്റെയും മേരിയുടെയും 4 പെൺമക്കളിൽ ഇളയ മകളായി ജനിച്ച അവൾക്ക് അവർ നൽകിയ പേര് അന്ന എന്നായിരുന്നു. അന്ന ജനിച്ച് 3 മാസത്തിനുള്ളിൽ അവൾക്ക് തന്റെ അമ്മയെ അകാലത്തിൽ നഷ്ടപ്പെട്ടു. അന്നയുടെ കുട്ടിക്കാലം കൂടുതൽ മുട്ടുചിറയിലുള്ള അമ്മായിയായ അന്നമ്മയുടെ കൂടെയാണ് കഴിഞ്ഞത്. അന്നയുടെ ഫോർമേഷനെ ഈ കാലഘട്ടം ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തു. ഭരണകാലത്തെ ക്ലാരിസ്റ്റ് കോൺവെന്റിലെ വിദ്യാർത്ഥിനിയായിരുന്ന ഫ്രാൻസിലെ ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രം വായിക്കുകയും അവളിൽ ആഴത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തു. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിനുള്ള വലിയ സ്നേഹമായി ചെയ്യുക എന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത രീതി സ്വന്തം ജീവിതത്തിലേക്ക് അൽഫോൻസ പകർത്തി. ഒപ്പം സഹനം സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവൾക്ക് ധൈര്യമേകി. വീട്ടുകാർ നിർബന്ധിച്ച വിവാഹത്തിൽ നിന്നൊഴിഞ്ഞ് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. 13 വയസ്സിൽ അവളുടെ കൊച്ചു ബുദ്ധിയിൽ തോന്നിയ വഴിയാണ് അറിഞ്ഞുകൊണ്ട് വീട്ടിലെ തീയുള്ള ചാരക്കുകളിൽ ചാടി പൊള്ളലേറ്റ് സഹനം ഏറ്റെടുത്തത്. നിനക്കറിയുമോ, 1927 പെന്തക്കോസ്ത ദിവസം ഭരണീയാനം ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിൽ ചേർന്ന് 1928 വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ നാമഹേതുക തിരുനാൾ ദിവസം ശിരോവസ്ത്രം സ്വീകരിച്ച് അന്നക്കുട്ടി സിസ്റ്റർ അൽഫോൻസയായി. സഹനങ്ങൾ അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ അതെല്ലാം യേശുവിൽ സന്തോഷത്തോടെ സ്വീകരിച്ചു. 1946 ജൂലൈ 28 ഞായറാഴ്ച അവളുടെ രോഗം മൂർച്ഛിക്കുകയും അവൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. അൽഫോൻസാമയുടെ മരണത്തിന് 4 ദശാബ്ദങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 ജോൺ പോൾ II മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2008 ഒക്ടോബർ 12 ഭാരതത്തിലെ ഭാരതീയ ആദ്യത്തെ വിശുദ്ധ അൽഫോൻസാമയെ നമുക്ക് നൽകി. ജിതിൻ വിൽസൺ എന്ന പേരുള്ള കോട്ടയത്തുള്ള 9 വയസ്സുകാരുടെ സ്വാധീനമില്ലാത്ത കാലുകൾക്ക് ലഭിച്ച സൗഖ്യം അമ്മയുടെ വിശുദ്ധ പദവിയിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. യോഹന്നാൻ 12:24 പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും. അതുതന്നെയാണ് അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. സഹനത്തിലും കഷ്ടതകളിലും യേശുവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധിയിലേക്ക് വളർന്നു വരുവാൻ അൽഫോൻസാമ നമ്മെ ക്ഷണിക്കുന്നു. എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി എന്ന് അൽഫോൻസാമ പറയാറുണ്ട്. എല്ലാവർക്കും അൽഫോൻസാമയുടെ തിരുനാളിന്റെ ആശംസകൾ. സ്നേഹസഗര തീരത്ത് സഹന സമരവേദിയിൽ ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു തിരുനാളം. ഉരുകി ഉരുകി തെളിഞ്ഞു നിന്നു ഒരു ചിരിനാളം. കർത്താവിൻ മണവാട്ടിയാം വിശുദ്ധ അൽഫോൻസ, കർത്താവിൻ പ്രിയദാസിയാം വിശുദ്ധ അൽഫോൻസ. കേട്ടവരായിരമോടെത്തി കെടാവിളക്കുന്നു കാണുവാൻ പുഞ്ചിരി തൂകി മാധ്യസ്ഥമേകി വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ അൽഫോൻസ. അൽഫോൻസാമയുടെ ജീവിതം വിലയിരുത്തുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. അതെന്താന്ന് വെച്ചാൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിച്ചാലാവില്ലെന്ന് അൽഫോൻസാമയ്ക്ക് ഉത്തമ ബോധ്യമുണ്ടായി. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആശംസകൾ. ഇടവക മക്കൾക്കും അൽഫോൻസാമയുടെ ഹാപ്പി